അതെ, വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം തകർക്കാനാണ് ഓര് ശ്രമിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ പാർട്ടി അങ്ങനെയല്ല. സമാധാനപരമായിട്ട്, നിയമപരമായിട്ട്, ജനാധിപത്യപരമായിട്ട് മാത്രമേ ഞങ്ങൾ നേരിടൂ. അക്രമം ഞങ്ങളുടെ പാർട്ടിയുടെ നയമല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ എഴുതിക്കോ കേട്ടോ സദേവ. ബാക്കിയൊക്കെ എൻ്റെ ഭാവന പോലെ ഈ എന്തെങ്കിലുമൊക്കെ എഴുതിക്കോ. ഞാൻ അവിടെ ഒരു മീറ്റിങ്ങിലാ. ശരി എന്നാ വെച്ചോ. എന്നിട്ട് അല്ല മൊയ്തുക്ക, ഈ സമാധാനപരമായിട്ട് നമ്മൾ നേരിടുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല. ഇതിപ്പോ പാരിയറിന്റെ അച്ഛനെ തല്ലിയിട്ട് നമ്മൾ പകരം ചോദിച്ചിട്ടില്ല. പാരിയറിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഞങ്ങൾ പാർട്ടിയുടെ അച്ഛനെ പോലെയാണ് കണക്കാക്കണത്. പാർട്ടിയുടെ അച്ഛനെ തല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതികാരം ചെയ്യണം. ഞാനിപ്പോൾ ഈ ഫോണിൽ കൂടെ പറഞ്ഞ നിങ്ങൾ നോക്കണ്ട, അത് ചാനലുകാരോട് പറഞ്ഞാ. സെക്രട്ടറി ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ശരിയല്ല. എൻ്റെ വീട്ടിൽ കയറി അവർ എൻ്റെ അച്ഛനെ ഉപദ്രവിക്കാൻ വന്നത് ഞാൻ കൊള്ളരായി ചെയ്തുകൊണ്ടല്ല, ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ അടിയുറച്ച് നിൽക്കണോണ്ടാണ് എന്നെ ഉപദ്രവിച്ചത്. അന്ന് തന്നെ ഞാൻ അവനെ വെട്ടണമെന്ന് പറഞ്ഞാണ്. അപ്പൊ സെക്രട്ടറി എന്താ പറഞ്ഞ, പാർട്ടി കൂടി ആലോചിച്ച് തീരുമാനിച്ചിട്ട് വെട്ടാന്ന്. ദിവസം ഇത്രയായി, വെട്ടണമെന്ന് പറഞ്ഞാൽ അവനെ വെട്ടണം. വെട്ടിക്കോ, ആളെ കൂട്ടി വെട്ടിക്കോ. ആളെ കൂട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയിട്ട് ആളെ കൂട്ടാനാണ്? ഇപ്പൊ ന്യൂട്ടൻ തന്നെ, അവൻ മാന്യമായിട്ടും സത്യസന്ധമായിട്ടും ഇത്തിരി മയക്കുമരുന്ന് കച്ചവടം നടത്തിയതിനാണ് അവനിപ്പൊ പെടുത്തിയേക്കണത്. സത്യസന്ധമായെന്നൊന്നും ഈ പറയണ്ട കേട്ടോ. എന്നോട് പലതവണ ന്യൂട്ടൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വല്ലാണ്ട് ആ ലോബി പോയി കളിക്കേണ്ട, ഇടങ്ങറാവുന്നു. ഇപ്പൊ എന്തായി? എന്റെ മൊയ്തുക്ക, ഞാൻ വളരെ ഡീസന്റ് ആയിട്ട് ആ കച്ചവടം ചെയ്ത് ജീവിക്കായിരുന്നു. ഇതിപ്പോ അച്ഛനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി എന്നെ പിടിച്ച് കൂട്ടിക്കയറ്റിക്കല്ല കൂടെ. എന്തായാലും അച്ഛനും മോനും കൂടി ഇപ്പൊ പറയിപ്പിക്കുന്നുണ്ടല്ലോ. സെക്രട്ടറി, അവനെ പിണങ്ങിയിട്ട് കാര്യമില്ല. അവനിത് വലിക്കാനും മണത്താനൊക്കെ കൊടുക്കണോണ്ടാണ് 3-4 പേരിന്ന് നമ്മുടെ പ്രസ്ഥാനത്തിലുള്ളത്. പഴയ പോലെ യുവാക്കൾ പ്രസ്ഥാനത്തിലേക്ക് വരുന്നില്ല. കൊടി കണ്ട ആവേശം കയറിയൊന്നും ഇപ്പൊ ആരും മന്നില്ല. അവരൊക്കെ എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാൻ വേണ്ടി പോണേന്ന്. മെല്ലെ പറ, പുറത്ത് ആൾക്കാർ കേൾക്കും, നാണക്കേടാണിത്. ഇവിടെ മെല്ലെ പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടുകാർ മൊത്തം ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കണതൊക്കെ. ഇപ്പൊ ഈ ഉള്ളവർ ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ എന്റെ കുടുംബം കയറി ആക്രമിച്ചേക്കണവർക്ക് പണി കൊടുക്കണം. എന്തൊരു കഷ്ടമാണ് റബ്ബേത്. അല്ല പ്യാരി, ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് അതിഥി തൊഴിലാളികളില്ലേ നമ്മുടെ നാട്ടില്? ഒരു ബിരിയാണി മേടിച്ചു കൊടുത്ത വരൂല തല്ലാനും കൊല്ലാനും. എന്താ മൊയ്തൂക്കി പറയണ? അവരെ ജാതക്ക് ഉപയോഗിക്കാന്നല്ലാതെ വെട്ടാനും കുത്താനും അവര് നിൽക്കൂല. ഇതിപ്പോ ഞാനും പാരിയാറിനും കൂടി തല്ലാൻ പോയ അമ്മയുടെ തല്ലുകൊണ്ട് നാർത്തേ ഉള്ളൂ. ആളെ വേണം നമുക്ക്. അത് നേരാണ്, മന്മഥനെയാണല്ലോ നേരിടേണ്ടത്. ഇനിയിപ്പോ എന്താ ഒരു ബൈ, അതാണ് ഞാൻ നോക്കണത്. ഞാനൊരു അഭിപ്രായം പറയട്ടെ. മൊയ്തൂക്കാടെ 2 മക്കളുണ്ടല്ലോ നല്ല തയ്യാറായവര്, ഒന്ന് ഞങ്ങളുടെ കൂടെ വിട്ട് തന്നേച്ചാൽ മതി, പണി ഞങ്ങൾ നടത്തിക്കോളാം. അത് നടക്കൂല പ്യാരി. അതിപ്പോ ഒരു 2 എൻട്രൻസ് കോച്ചിങ്ങിന് പോവല്ലേ, അപ്പൊ ഇതിലേക്ക് ഇറക്കിയാൽ ശരിയാവില്ല. അപ്പൊ നാട്ടുകാരുടെ മക്കള് തല്ലുകൊണ്ട് ചത്തോട്ടെ. ഇങ്ങനെയല്ല, നമുക്ക് അറിയാലോ അതിന്റെ കാര്യങ്ങളൊക്കെ. എന്തായാലും എനിക്ക് തല്ലാൻ 2 ആളെ ഞാൻ തന്നാ പോരെ? ആരെങ്കിലും തന്നിട്ട് കാര്യമില്ല, നമുക്ക് ഇന്ന് വേണം. തരും, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. തെരഞ്ഞെടുപ്പാണ് വരുന്നത്, കയ്യോ കാലോ ഒടിച്ചോളി, കൊല്ലരുത്. അല്ലെങ്കിൽ തന്നെ പാർട്ടിക്ക് സീനാണ്. ഒരു 4 വോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചെങ്കിലും മയത്തിൽ നിൽക്കണം. അപ്പൊ അതാണ് പാർട്ടി തീരുമാനം. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ജീവൻ ഒഴിഞ്ഞു വെച്ച് പാർട്ടിക്ക് വേണ്ടി നടക്കണ എന്റെ അച്ഛനാ വീട് കയറി തല്ലിയിട്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പാണ് വലുത് അല്ലേ? എന്നാ എന്താ വേണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പ്യാരിയെ ഈ വെട്ടിക്കോ, അതിനുള്ള സ്കെച്ച് ഞാൻ ഉണ്ടാക്കി തന്നാ പോരെ? അപ്പോ എന്നിട്ട് പിരിച്ചുവിടാം നമുക്ക് അല്ലേ? ചോറുപതിയാണോ? വേണ്ട വേണ്ട. അച്ഛാ, ഞാനേ ഞങ്ങളീ PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ എല്ലാവരും കൂടി പരീക്ഷാ ഭവന്റെ മുമ്പിൽ ശവപ്പെട്ടി കിടന്ന് ഉപവസിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇതിനു വേണ്ടി ഒന്ന് എന്താ ചെയ്യാ, ലക്ഷങ്ങൾ മുടക്കിയിട്ട് പരീക്ഷ നടത്തുക, എന്നിട്ട് റാങ്ക് ലിസ്റ്റ് ഇടുക, പിന്നെ ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുക, വീണ്ടും പരീക്ഷ നടത്തുക. സർക്കാരിന് പ്രാന്താണ്. എന്താ എന്റെ ചെറുക്കൻ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഒരുവിധ റാങ്ക് ലിസ്റ്റിലും വന്നു, എന്നിട്ട് ഇപ്പം ജോലി ഇല്ലാന്ന്. എടാ, നീ അവിടെ പോയിട്ട് ശവപ്പെട്ടിയിലൊന്നും കയറി കിടക്കരുത്. അറിയാതെ ആരെങ്കിലും അടച്ചു പോയാലേ. ഇല്ലമ്മ, അതൊക്കെ ഈ കനം കുറഞ്ഞ പിള്ളേരൊക്കെ എടുത്തുള്ളൂ. എന്നൊക്കെ കിടത്താൻ മാത്രം ശവപ്പെട്ടി ഉണ്ടാക്കാൻ പറ്റണ്ടേ? അല്ലെങ്കിൽ അതിനുള്ള കാശ് വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്താ കൊച്ചു കുട്ടിയാണ്? അല്ല, കൊച്ചു കുട്ടിയല്ലേ ശവപ്പെട്ടിയിൽ കയറി കിടക്കവേ? അല്ല, അറിയാതെ ഇങ്ങനെ കയറി കിടന്നാലോ? ഞാൻ പോട്ടെ. അതല്ല, അവിടെ പോയ വെള്ളം കുടിക്കണം. അമ്മ, ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ. ഒന്നും ചെയ്യാൻ അനുവദിക്കൂലോ ഇവിടെ. വെറുതെ പൊക്കോ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിക്കണം. വെയിലത്ത് നിക്കരുത്, തണലത്ത് നിന്ന് മുദ്രാവാക്യം വിളിച്ചാ മതി. പിന്നെ അവിടെ പോയി കാറി കൂകണ്ട, തൊണ്ടവേദന വരും. ശ്രദ്ധിച്ച് നിനക്ക് എന്താണ്?
ഒന്നിരാത്ര ബോധ ചെക്കനല്ലേ, അതൊക്കെ വെള്ളം കുടിക്കേണ്ട കാര്യം അറിഞ്ഞൂടെ? അല്ല അവനിപ്പോ ഈ ജോലി കിട്ടാത്തതിന്റെ നല്ല മാനസിക വിഷമമുണ്ട്. ആ ഞാൻ അതും കൂടിയും പറഞ്ഞോ മാനസിക രോഗിയാണെന്ന്. അല്ല ഏട്ടാ അവനിപ്പോ ഒന്നും കഴിക്കണില്ല, വെള്ളവും കുടിക്കണില്ല. പാവം, അതിന് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു. ജോലിയൊക്കെ കിട്ടുമ്പോ കിട്ടും. നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. ഞാനല്ലാണ്ട് എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, വെറുതെ അവിടെ ഇരുന്നോ. ശീതളാ, എടാ ഇങ്ങനെ വിഷമിച്ചിരിക്കണ്ട ഇനി. നോക്കാ, വലിയ വലിയ മഹാമാരൊക്കെ വിജയത്തിലെത്തിയത് ഇതിലും വലിയ പ്രതിബന്ധങ്ങൾ തരണം ചെയ്തിട്ടാ. അങ്ങനെ വിചാരിച്ചാൽ മതിപ്പത്. നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞാൽ മതി. എന്റെ മോനെ എത്ര ദിവസം ഉറക്കളിച്ചിരുന്ന് പഠിച്ചിട്ടാ ഈ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയത്. എന്നിട്ട് ഇപ്പൊ അത് റദ്ദാക്കി ജോലി ഇല്ലെന്ന്. അല്ലാതെ ഇനിയിപ്പോ എന്താ കാണിക്കാന്ന്? എന്താ റാങ്ക് ലിസ്റ്റ് കട്ടായി പോയി, എന്താ ചെയ്യുന്നേ പറ. ഇവന്റെ പ്രായമുള്ള പിള്ളേരൊക്കെ കല്യാണം കഴിച്ച് 2 പിള്ളേരുമായി. അതിന് ഇതിപ്പോ നിങ്ങളുടെ വാശിയല്ലേ? എന്റെ എന്ത് വാശി? സർക്കാർ ജോലി കിട്ടിയിട്ടേ ഇവനെ കെട്ടിക്കോളന്ന്. ആ മര്യാദയ്ക്ക് അവൻ വല്ല കൂലിപ്പണിക്കും പോയിരുന്നെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരായന്. കൂലിപ്പണിക്ക് പോകാൻ വേണ്ടിയിട്ടാ പിന്നെ ഞാൻ അവനെ പഠിപ്പിച്ചത്. ആണാ? കൂലിപ്പണിക്ക് പോകാനാണ് അങ്ങോട്ട് പോയാൽ പോരായിരുന്നല്ലോ ആദ്യം തന്നെ. പഠിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് താർക്കട്ടില്ലല്ലോ. എന്തൊരു കഷ്ടാണ് അത്. കേരളം മുഴുവൻ കൊണ്ടുപോയി പരീക്ഷയും വെക്കും. ഇവന് അവിടെയൊക്കെ പോയി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിലും വരും. എന്നിട്ട് അങ്ങോട്ട് റദ്ദാക്കല്. ആ എന്ത് പരിപാടിയാ അത്? അതെന്ത് പരിപാടിയാന്ന് അവരോടനെ ചോദിക്കണം. ആ ഞാൻ ചോദിക്കാൻ പോവാ. എവിടെ? തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തോ? ആ ആ എന്നൊരു കാര്യം ചെയ്യ്, വേഗം പോയിട്ട് ആ ഡ്രസ്സ് മാറ്റിയിട്ട് ഇപ്പോഴേ വിട്ടോ. ഇപ്പോൾ പോയാൽ തിരുവനന്തപുരത്തേക്ക് ഒരു ട്രെയിൻ ഉണ്ട്. നേരെ തിരുവനന്തപുരത്ത് പോയിട്ട് ഈ സംഗതി ചോദിക്കും. ഇത് ചോദിക്കാൻ പറ്റിയ ഒരാളില്ല കേരളത്തിൽ, അതാ അതിൻ്റെ പ്രശ്നം. വാടാ നമുക്ക് പോടാ. നമുക്ക് എന്താണ് കാളിമണ്ണാണ് അതിന്റെ തലയില്. എടാ മോനെ, നിന്നെ കെട്ടിക്കാൻ വേണ്ടിയല്ലേ അമ്മീ പറയണത്. പിന്നെ ഞാൻ കെട്ടാതെ മുട്ടിയിരിക്കണം ഇവിടെ. കണ്ട, എന്റെ മോന്റെ മനസ്സിന്റെ വ്യസനം നിങ്ങൾക്ക് മനസ്സിലാവണില്ല. പെണ്ണെട്ടായിട്ടാ അച്ഛൻ എന്താണ് അച്ഛൻ രണ്ടുപേരും കൂടി എന്നെ ഇങ്ങനെ ഭ്രാന്തുടിപ്പിക്കാൻ വന്നുള്ള? എന്നാ പൊക്കടാ, എന്നാ പിന്നെ നാളെ തന്നെ കൂലിപ്പണിക്ക് വെക്കോ. മറ്റന്നാ മുതൽ നമുക്ക് പെണ്ണന്വേഷിക്കാനും തുടങ്ങാം. 2 മാസത്തിൻ്റെ ഉള്ളിൽ കല്യാണം കഴിക്കും, 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കുട്ടികളും ആവും, വീടിനൊരു ജീവിതം വയ്ക്കും, ജീവിതം എന്താ നീ കോതന് പഠിക്കുകയും ചെയ്യാം. അതാ ഏറ്റവും നല്ലത്. കൂലിപ്പണിക്കും പറയില്ല. ഇവിടെ പോകാനാണ് അമ്മേണ്ട് നിന്റെ കൂടെ. അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അതെ, ഒന്ന് എണീറ്റ് പോവൻ്റെ ഉള്ളിക്ക് പോവോ ഇല്ലൊക്കെ മിണ്ടാട്ടിരിക്കേ. ഇത് പറഞ്ഞാൽ തന്നെ പിന്നെയും പറഞ്ഞോണ്ടിരിക്കണ എന്തിനാണ്? മിണ്ടണ്ട, അച്ഛന് ദേഷ്യം വരും കേട്ടാ. മോൻ വിഷമിക്കണ്ട. എന്റെ കാര്യം കുറെ ഉണ്ടല്ലോ. സത്യ ആ വാ വാ വാ. ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വന്നാടോ. എന്താ? എന്റെ മോന് ജോലി കിട്ടിയടോ. ജോലിയോ? ആ, എവിടെ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ക്ലർക്കായിട്ട്. അത് ശരി. ആ, കോതമംഗലത്താണ് ആദ്യത്തെ അപ്പോയിൻമെന്റ്. അപ്പൊ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്ത്. അപ്പൊ ഇനി 1 മാസം കഴിയുമ്പോൾ അവിടെ ഒരു ക്വാർട്ടേഴ്സൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടും. അപ്പൊ അച്ഛനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ ഞാൻ അവിടെ പോയി ഒന്ന് സിങ്ക് ആവുന്നവരെ ഈ അച്ഛനോട് ഒറ്റക്കല്ലേ, ഒന്ന് നോക്കണം. അതിനെന്താ, എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കൊടുത്തന്നെ ചെയ്തല്ല, അത് വെറുതെ ഇരിക്കല്ലേ. നിനക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ക്ലർക്കായിട്ടെന്നല്ലേ പറഞ്ഞേ? ആ, പക്ഷെ ഞങ്ങളുടെ അസോസിയേഷൻ അന്വേഷിച്ചപ്പോ അവിടെ അങ്ങനെ ഒരു വേക്കൻസി ഇല്ലെന്നാണല്ലോ പറഞ്ഞത്.
അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിന്ന് വിളിച്ച് എന്നോട് പറഞ്ഞ് ഞാൻ പോയി ജോയിൻ ചെയ്ത്. പിന്നെ 1 വർഷത്തേക്ക് താൽക്കാലികം എന്നുള്ള നിലയിലാണ് നിയമനം, ഒരു അഡ്ജസ്റ്റ്മെന്റിലേ. പിന്നെ അത് പെർമനന്റ് ആവും. അല്ല, അപ്പൊ നിന്റെ പേരിൽ ഇതൊക്കെ കേസുകൾ ഉണ്ടായിരുന്നല്ലോ, അതെന്തായി? അതൊക്കെ പാർട്ടി ഇടപെട്ട് ഒതുക്കി തീർത്ത്. ആ പിന്നെ അത് ശരി. പണ്ടൊക്കെ സത്യേട്ടാ ഈ പാർട്ടി നേതാക്കൾക്കും മക്കൾക്കും മാത്രമാണ് പാർട്ടിയുടെ സൗകര്യങ്ങൾ കിട്ടണുള്ളൂ എന്നൊരു ആക്ഷേപം ഉണ്ടായി. ഇപ്പൊ ഒരുവിധം ആത്മാർത്ഥമായിട്ട് നിൽക്കണവരെല്ലാവരും പാർട്ടി പരിഗണിക്കുന്നുണ്ട്. പക്ഷെ കുടുംബവും വീടും ഒക്കെ കളഞ്ഞിട്ട് എന്തിനും ഏതിനും എന്നെ പോലെ നിക്കണം നെഞ്ചും പിരിച്ച്. അപ്പൊ ഇങ്ങനെ ജോലിയൊക്കെ കിട്ടും. എനിക്കിനി അങ്ങനെ പ്രവർത്തിക്കൊന്നും വേണ്ടേ. അപ്പൊ ഞങ്ങള് ചെല്ലട്ടെ. ഒന്ന് ശ്രദ്ധിച്ചേനെ. പണ്ടോമേ അനുഗ്രഹിക്കണേ സത്യേട്ടാ. അപ്പൊ ശരി ശീതള. യാരി എടാ, എനിക്ക് കൂടി നിങ്ങളുടെ പാർട്ടിയിൽ ഒരു മെമ്പർഷിപ്പ് തരാക്കി തരോടാ. പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും എന്തിനും ഞാൻ തയ്യാറാ. എനിക്കൊരു സർക്കാർ ജോലി കിട്ടിയാൽ മതി. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ, അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.